എല്ലാവർക്കും നമസ്കാരം. TDS ഈ മൂന്നക്ഷരം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ ഇതിന് ഒന്നല്ല, മൂന്നർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? വാ, നമുക്കിതിന്റെ ഉള്ളറകളിലേക്കൊന്ന് പോയി നോക്കാം. ഓക്കെ, അപ്പം നമുക്കൊരു ചെറിയ ചോദ്യത്തോടെ തുടങ്ങാം. നിങ്ങളുടെ സാലറി സ്ലിപ്പ്, നിങ്ങൾ കുടിക്കുന്ന വെള്ളം, പിന്നെ പെയിന്റിന്റെ ഒരു ടിൻ, ഇവ മൂന്നിനും പൊതുവായിട്ട് എന്താണുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലപ്പോൾ ഉത്തരം നിങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തും. അപ്പോൾ എന്താണ് ആ ഉത്തരമെന്നല്ലേ? അത് TDS ആണ്. അതെ, ആ ഒരൊറ്റ ചുരുക്കെഴുത്താണ് ഈ മൂന്ന് കാര്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, ഒരേ വാക്ക്, പക്ഷേ മൂന്ന് തീർത്തും വ്യത്യസ്തമായ ലോകങ്ങൾ. ഈ ആശയക്കുഴപ്പം നമുക്കൊരുമിച്ചങ്ങ് തീർക്കാം. ഇന്നത്തെ ഈ ഒരു വിശകലനത്തിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്നല്ലേ? ആദ്യം നമ്മൾ TDS എന്ന ഈ ഒരു പ്രഹേളികയെപ്പറ്റി സംസാരിക്കും. പിന്നെ നേരെ നികുതിയുടെ ലോകത്തേക്ക് പോകും. അവിടുന്ന് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലേക്ക്, അവസാനം ഒരു പെയിന്റ് ടിന്നിന്റെ സാങ്കേതിക വശങ്ങളിലേക്കും കടക്കും. ഒടുവിൽ സന്ദർഭം എങ്ങനെയാണ് ഈ വാക്കിന്റെ അർത്ഥം മാറ്റുന്നതെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ TDSലേക്ക് കടക്കാം. ഇത് നമ്മളിൽ മിക്കവർക്കും പരിചയമുള്ള ഒന്നായിരിക്കും, നമ്മുടെ ശമ്പളവുമായി ബന്ധപ്പെട്ട TDS. അപ്പോൾ എന്താണ് ഈ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്? വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, സർക്കാർ നികുതി പിരിക്കുന്ന ഒരു എളുപ്പവഴിയാണിത്. അതായത് നിങ്ങൾക്ക് വരുമാനം എവിടെ നിന്നാണോ കിട്ടുന്നത്, ആ ഉറവിടത്തിൽ വെച്ച് തന്നെ നികുതിയുടെ ഒരു ഭാഗം പിടിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങളുടെ കമ്പനി ശമ്പളം തരുമ്പോൾ മുഴുവൻ തുകയും കയ്യിൽ തരില്ല. അതിൽ നിന്ന് നികുതി കുറച്ചിട്ടുള്ള ബാക്കിയെ തരൂ. ഇതിനെയാണ് TDS എന്ന് പറയുന്നത്. ഒരുതരം പേ ആസ് യു ഗോ പ്ലാൻ അല്ലേ? ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു ഉദാഹരണത്തിലൂടെ നോക്കാം. വിചാരിക്കുക, ഒരു കമ്പനി ഒരു കെട്ടിടത്തിന് വാടക കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരാ വാടകയുടെ മുഴുവൻ തുകയും കെട്ടിട ഉടമയ്ക്ക് കൊടുക്കില്ല. പകരം നിയമപ്രകാരമുള്ള ഒരു നിശ്ചിത ശതമാനം, ഇവിടെ ഒരു 10% TDS ആയിട്ട് കുറയ്ക്കും. ഈ കുറച്ച പണം അവർ നേരെ സർക്കാരിലേക്ക് അടയ്ക്കും. കെട്ടിട ഉടമയ്ക്ക് ബാക്കി തുക കിട്ടും. പിന്നീട് വർഷാവസാനം നികുതി റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഈ അടച്ച TDS തുക താൻ മുൻകൂറായി അടച്ച നികുതിയാണ് എന്ന് കാണിച്ച് ക്രെഡിറ്റ് എടുക്കാൻ പറ്റും. സിമ്പിളാണ്. ഈ TDS വാടകയ്ക്ക് മാത്രമല്ല കേട്ടോ. നമ്മുടെ ശമ്പളം, ബാങ്കിലെ സ്ഥിര നിക്ഷേപത്തിൽ നിന്നുള്ള പലിശ, ഡിവിഡൻഡ്, പിന്നെ വലിയ ലോട്ടറി അടിക്കുമ്പോഴൊക്കെ ഇതിൽ നിന്നെല്ലാം TDS പിടിക്കും. എന്തിനധികം ഡോക്ടർമാർക്കും വക്കീലന്മാർക്കുമൊക്കെ കിട്ടുന്ന ഫീസിൽ നിന്നും കോൺട്രാക്ട് പേയ്മെന്റുകളിൽ നിന്നുമെല്ലാം TDS കുറയ്ക്കാറുണ്ട്. ഓരോന്നിനും ഓരോ റേറ്റ് ആയിരിക്കും എന്ന് മാത്രം. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. TDS എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം ടാക്സ് അല്ല. അത് നമ്മുടെ ആദായ നികുതി തന്നെ മുൻകൂറായി അടയ്ക്കുന്ന ഒരു രീതിയാണ്. വർഷാവസാനം നമ്മൾ മൊത്തം വരുമാനം കണക്കാക്കി ഇൻകം ടാക്സ് അടയ്ക്കാൻ നേരത്ത് ഈ TDS ആയി പിടിച്ച തുക കുറവ് ചെയ്തിട്ട് ബാക്കി അടച്ചാൽ മതി. അപ്പോൾ ഇത് ശരിക്കും ഒരു അഡ്വാൻസ് ടാക്സ് പേയ്മെന്റ് പോലെയാണ്. ശരി, അപ്പം നികുതിയുടെ കാര്യം നമുക്ക് തൽക്കാലം അവിടെ നിർത്താം. ഇനി നമുക്ക് നേരെ വീട്ടിലെ അടുക്കളയിലേക്ക് പോകാം. ഓർക്കുന്നില്ലേ നമ്മുടെ കടങ്കഥയിലെ രണ്ടാമത്തെയാൾ, കുടിവെള്ളം? അതെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെള്ളത്തിലെ TDSനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ പേ സ്ലിപ്പിൽ കണ്ട അതേ TDS നിങ്ങളുടെ ഗ്ലാസ്സിലെ വെള്ളത്തിൽ അളക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തു പറയും? ആദ്യമായി കേൾക്കുമ്പം കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലേ? പക്ഷെ സംഗതി സത്യമാണ്. വെള്ളത്തിന്റെ കാര്യത്തിൽ TDS എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ വെള്ളത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള കരവസ്തുക്കളുടെ ആകെ അളവാണിത്. ഇതിൽ നമ്മുടെ ശരീരത്തിനാവശ്യമായ കാൽസ്യം, മഗ്നീഷ്യം പോലുള്ള നല്ല ധാതുക്കളും ലവണങ്ങളുമൊക്കെ ഉണ്ടാവാം. ഇത് സാധാരണയായി പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ PPM എന്ന യൂണിറ്റിലാണ് അളക്കുന്നത്. അപ്പോൾ നല്ല വെള്ളത്തിൽ TDS എത്രത്തോളം ഉണ്ടണം? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സും ലോകാരോഗ്യ സംഘടനയുമൊക്കെ പറയുന്നത് 50 മുതൽ 150 mg/ലിറ്റർ വരെയാണെങ്കിൽ വെള്ളം വളരെ മികച്ചതാണ് എന്നാണ്. ഒരു 300 വരെയാണെങ്കിൽ നല്ല വെള്ളമായി കണക്കാക്കാം. രുചിക്കും അതാണ് നല്ലത്. പക്ഷേ അത് 500-ന് മുകളിലേക്ക് പോകുമ്പോൾ ഗുണനിലവാരം കുറയാൻ തുടങ്ങും. 1000-ന് മുകളിലാണെങ്കിൽ അത് കുടിക്കാൻ അത്ര നല്ലതല്ല. ഈ 500 mg/ലിറ്റർ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സംഖ്യയാണ്. അമേരിക്കയിലൊക്കെ ഇതിനെ കുടിവെള്ളത്തിന്റെ രുചിയുടെ ഒരു സ്റ്റാൻഡേർഡായിട്ടാണ് കണക്കാക്കുന്നത്. അതായത് TDS ഇതിന് മുകളിലാണെങ്കിൽ വെള്ളത്തിന് ഒരു ചവർപ്പോ ഉപ്പുരസമോ ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സംശയം വരാം, TDS ലെവൽ കൂടുതലാണെങ്കിൽ വെള്ളം എപ്പോഴും മോശമാണോ? അങ്ങനെയല്ല. TDS എന്ന് പറയുന്നത് ഒരു മിക്സഡ് ബാഗ് പോലെയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം അതിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം, പൊട്ടാസ്യം പോലുള്ള നല്ല കാര്യങ്ങളും ഉണ്ടാകാം. അതേസമയം ലെഡ്, നൈട്രേറ്റ്സ് പോലുള്ള അപകടകാരികളായ വസ്തുക്കളും ഫാക്ടറി മാലിന്യങ്ങളുമൊക്കെ ഇതിൽപ്പെടാം. അപ്പോൾ കാര്യമിതാണ്, TDS തീരെ കുറഞ്ഞാൽ വെള്ളത്തിനൊരു രുചിയും കാണില്ല. എന്നാൽ ഒരുപാട് കൂടിയാൽ അത് മലിനീകരണത്തിന്റെ സൂചനയാകാം, രുചിയും മോശമാകും. അതുകൊണ്ട് ഒരു ബാലൻസാണ് ഇവിടെ പ്രധാനം. ഓക്കെ, നമ്മൾ നികുതിയെപ്പറ്റി പറഞ്ഞു, വെള്ളത്തെപ്പറ്റി പറഞ്ഞു. ഇനി നമ്മുടെ കടങ്കഥയിലെ ആ മൂന്നാമത്തെയാൾ, പെയിന്റ് ടിൻ, ഇൻഡസ്ട്രിയൽ ലോകത്തെ TDSനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്.
ഇവിടത്തെ TDS എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഡാറ്റ ഷീറ്റ് എന്നാണ്. ഇതൊരു തരം യൂസർ മാനുവലാണ്. പ്രത്യേകിച്ച് പെയിന്റ്, കെമിക്കൽസ്, കോട്ടിംഗ്സ് പോലുള്ള വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്ന ഒരു ഡോക്യുമെന്റ്. ആ പ്രോഡക്റ്റ് എങ്ങനെ ശരിയായി ഉപയോഗിക്കണം, അതിന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള എല്ലാ വിവരങ്ങളും ഇതിലുണ്ടാകും. ഈ രംഗത്തെ ഒരു പ്രമുഖ കമ്പനി പറയുന്നതുപോലെ ഈ TDSന്റെ പ്രധാന ലക്ഷ്യം ഒന്നേ ഉള്ളൂ: ആ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആൾക്ക് അതിൽ നിന്ന് ഏറ്റവും മികച്ച ഫലം കിട്ടാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും നൽകുക. അത്രയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് സാധാരണ ഒരു ടെക്നിക്കൽ ഡാറ്റ ഷീറ്റിൽ കാണുക? ഉദാഹരണത്തിന് ഒരു പെയിന്റിന്റെ TDS ആണെങ്കിൽ അത് അടിക്കുന്നതിനു മുൻപ് പ്രതലം എങ്ങനെ വൃത്തിയാക്കണം, പെയിന്റ് ഏത് അനുപാതത്തിൽ മിക്സ് ചെയ്യണം, മിക്സ് ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം, എത്ര കോട്ടടിക്കണം, ഉണങ്ങാൻ എത്ര സമയമെടുക്കും, എന്ത് സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കണം, ഇങ്ങനെ തുടങ്ങി എല്ലാ കാര്യങ്ങളും അതിൽ കൃത്യമായി എഴുതിയിട്ടുണ്ടാകും. ഒരു റെസിപ്പി ബുക്ക് പോലെയാണത്. സ്റ്റെപ്പുകൾ തെറ്റിയാൽ വിഭവം കുളമാകും. അപ്പോൾ നമ്മൾ 3 വ്യത്യസ്ത TDSകളെ പരിചയപ്പെട്ടു. ഒന്ന് നമ്മുടെ പോക്കറ്റിൽ നിന്നും പണമെടുക്കുന്നു, മറ്റൊന്ന് നമ്മൾ കുടിക്കുന്നു, മൂന്നാമത്തേത് ഒരു ഗൈഡ് ബുക്ക് പോലെ പ്രവർത്തിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തുവെച്ച് നോക്കാം. ഒറ്റനോട്ടത്തിൽ നോക്കിയാൽ ടാക്സിന്റെ കാര്യത്തിൽ TDS എന്നാൽ ഉറവിടത്തിൽ നിന്ന് പിടിക്കുന്ന നികുതി. വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അതിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള വസ്തുക്കളുടെ അളവ്. ഇനി ഏതെങ്കിലും ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ അത് അതിന്റെ ടെക്നിക്കൽ ഡാറ്റ ഷീറ്റാണ്. കണ്ടില്ലേ, ഒരേ പേര്, പക്ഷേ ഓരോ മേഖലയിലും അർത്ഥം പൂർണ്ണമായി മാറുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠം ഇതാണ്: സന്ദർഭം. ഒരേ ചുരുക്കെഴുത്ത്, 3 ലോകങ്ങൾ. അടുത്ത തവണ നിങ്ങൾ എവിടെയെങ്കിലും TDS എന്ന് കേൾക്കുമ്പോൾ ഒരു നിമിഷം നിൽക്കുക. ആരാണ് സംസാരിക്കുന്നത്, എന്തിനെക്കുറിച്ചാണ് സംസാരിക്കേണ്ടതെന്ന് ചിന്തിക്കുക. സന്ദർഭം മനസ്സിലാക്കിയാൽ മാത്രമേ ശരിയായ അർത്ഥം പിടികിട്ടൂ. കോണ്ടെക്സ്റ്റ് ഇസ് കീ. അപ്പോൾ TDS പോലെ നിങ്ങളെ കൺഫ്യൂഷനിലാക്കിയ വേറെ ഏതെങ്കിലും വാക്കുകളോ ചുരുക്കെഴുത്തുകളോ ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻ്റായിട്ട് അറിയിക്കുക. നമുക്ക് അടുത്തവണ അതിനെപ്പറ്റി സംസാരിക്കാം. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.